സൂചിപ്പിക്കണ്ടായി. അബ്ദുൾ സമദ് സമദാനി സംസാരിക്കുന്നു. ഈ ഇന്ത്യയുടെ മാപ്പിൽ തന്നെ ഇല്ലെന്ന മട്ടിലാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ പ്രതിഷേധാർഹമാണ്. സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് പോകണം, എല്ലാ വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് പോകണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ഇൻക്ലൂസീവ് എന്നൊക്കെ പറയാം എന്നല്ലാതെ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള വാക്ക് 1-2 തവണ പറയുന്നത് കേട്ടു. തൊഴിലാളികൾ, ചെറുപ്പക്കാരുടെ വിലക്കയറ്റം, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ ഇവരൊക്കെ അവഗണിച്ചിരിക്കുകയാണ്. എന്നമാതിരി കൃഷിയെക്കുറിച്ച് ഗവേഷണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാർഷിക പ്രശ്നങ്ങൾ വളരെ അടിസ്ഥാനപരമാണ്. പ്രിലിമിനറി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് റിസർച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപാകതകളുണ്ട്, ഇതിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള തെറ്റുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവതരിപ്പിച്ച ബജറ്റിനേക്കാൾ മോശമായിട്ടാണ്. നമ്മൾ വിചാരിച്ചു ഇവർ ഒരു ജനവിധിയെ തുടർന്ന് കുറച്ചുകൂടി ഒരു റിഫോമിലേക്ക് പോകുന്നു, കുറച്ചൊരു പരിഷ്കരണപരമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളുമായിട്ട് വരുന്നു. ഒന്നുമില്ല, കഴിഞ്ഞ കാലത്ത് ചെയ്തതിനേക്കാൾ മോശമാണ്. രാജ്യത്തെ പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഗ്രാമീണ സമ്പദ്ഘടന അതിനൊക്കെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. എന്ത് ആശ്വാസമാണ് ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് പലതിനും സാമ്പത്തിക പാക്കേജുണ്ട്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജുകൾ, എല്ലാ സമസ്ത മേഖലകളിലും സഹായങ്ങൾ, പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ കേരളത്തിന്റെ പേര് ഒരു തവണ പോലും കേരളത്തെ ഞാനവിടെ വിളിച്ചു പറയണ്ടായി. കേരളത്തിന്റെ മെൻഷൻ പോലും ഉണ്ടായില്ല, ഒരു പരാമർശം പോലും ഉണ്ടായില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തം നമുക്ക് ഇന്നലെയാണ് ഞാൻ പാർലമെന്റിൽ തീരപ്രദേശത്തെ ദുരന്തങ്ങൾ അവതരിപ്പിച്ചത്. വലിയ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ വലിയ അവഗണനയാണ്. ഒരു സർക്കാർ ബച്ചാവോ, ഒരു ഗവൺമെൻറ്റിനെ രക്ഷിക്കുക, ആരാണോ പിന്തുണക്കുന്നത് ചില നിർബന്ധിതാവസ്ഥകൾ, ഭരണകക്ഷിയുടെ നിർബന്ധിതാവസ്ഥകൾ, സഖ്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ്റെയും കൊയലീഷൻ്റെയും കമ്പൽഷൻസാണ്, നിർബന്ധിതാവസ്ഥകളാണ്. ചിലർ തൃപ്തിപ്പെടുത്തണം, അവർക്ക് വാരിക്കോരി കൊടുക്കണം. എന്നാലുണ്ടല്ലോ ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതുവായ ഘടന ഒരു കേന്ദ്ര ഗവൺമെൻറ് മാനിക്കണ്ടേ? അത് പൂർണ്ണമായും പാലിക്കപ്പെടാതെ പോയിരിക്കുന്നു രാജ്യത്ത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ കാര്യത്തിൽ വേണ്ടതായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കണം, ഒന്നിച്ച് നിൽക്കണം, നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് വാങ്ങിക്കണം. ഇങ്ങനെ പോയാൽ ഇത് വളരെ തെറ്റാണ്. കേരളം പോലും വേറെ ചില കേരള എംപിമാരുടെ പ്രതിഷേധ സ്വരമാണ് നമ്മൾ ഡൽഹിയിലെ വിജയ് ചൌക്കിൽ നിന്ന് കേട്ടത്. അബ്ദുൾ സമദ് സമദാനിയുടെ പ്രതിഷേധത്തിന്റെ ഭാഷ തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു സംസ്ഥാനം ഇല്ല എന്ന തരത്തിലായിരുന്നു ഈ ബജറ്റ് പ്രഖ്യാപനം എന്നതാണ്. കേരളത്തിന്റെ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കരുതിയവർക്കും തെറ്റി. സോഷ്യൽ ജസ്റ്റിസ് എന്ന വാക്ക് ബജറ്റ് പ്രസംഗത്തിൽ 1-2 ഇടത്ത് പരാമർശിച്ചു എന്നതിനപ്പുറത്ത് സാമൂഹിക നീതി ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വിമർശനവും വരുന്നു. NK പ്രേമചന്ദ്രൻ MP, അബ്ദുൾ സമദ് സമദാനി തുടങ്ങി കേരളത്തിലെ എംപിമാർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് വിജയ് ചൌക്കിൽ.